ഇന്ന് നമ്മൾ കഴിക്കുന്ന പ്രമേഹത്തിന് കഴിക്കുന്ന ഇൻസുലിൻ ഒന്ന് നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന പിന്നെ പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ, എന്ത് മരുന്നാവട്ടെ, അത് എവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ നമ്മുടെ പ്രമേഹം വീണ്ടും കൂടുന്നു. അല്ലെങ്കിൽ ശരിക്ക് നമ്മളൊന്ന് ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിൽ കഴിച്ചാലും പ്രമേഹം കൂടുന്നു. ഇവിടെയാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ പ്രാധാന്യം. ഈ മില്ലറ്റുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോസിറ്റീവ് മില്ലറ്റുകൾ. ഈ പോസിറ്റീവ് മില്ലറ്റുകൾ തിന, ചാമ, വരക്, കോഡോ മില്ലറ്റുകൾ, അതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മില്ലറ്റാണ് പോസിറ്റീവ് മില്ലറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മില്ലറ്റാണ് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ മില്ലറ്റാണ് നമ്മുടെ പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, ഞാൻ മുന്നേ പറഞ്ഞ, നമ്മൾ ഇൻസുലിനോ ഗുളികയോ നിർത്തുമ്പോൾ പ്രമേഹം കൂടുന്നത് ഭക്ഷണം കൊണ്ട് നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന അമൂല്യമായിട്ടുള്ള ഒരു ചെറുധാന്യമാണ് മില്ലറ്റുകൾ. ഇത്തരത്തിലുള്ള ഈ പോസിറ്റീവ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രമേഹം കൂടുതലാണോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണോ എന്നുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പ്രമേഹത്തിന് ഇന്ന് നിലവിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫുഡാണ്, അല്ലെങ്കിൽ ഒരു മരുന്ന് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു അമൂല്യമായിട്ടുള്ള ഒരു മിറാക്കിളാണ് ചെറുധാന്യം അഥവാ മില്ലറ്റുകൾ. ഇത്തരത്തിലുള്ള പോസിറ്റീവ് മില്ലറ്റുകൾ ഈ കൂടുതൽ പോസിറ്റീവ് മില്ലറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് എഴുതുക. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇന്ന് തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ.